നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM മുഖപത്രമായ ദേശാഭിമാനി തുടങ്ങാൻ ബ്രിട്ടീഷുകാരിൽ നിന്നും പണം വാങ്ങിയെന്ന് മാതൃഭൂമി കാഫ് ഫെസ്റ്റിവലിൽ പ്രസ്താവന നടത്തിയ BJP നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ നിയമ നടപടിയുമായി ദേശാഭിമാനി രംഗത്തെത്തിയിരുന്നു. സത്യവിരുദ്ധമായ പ്രസ്താവന തിരുത്തി മാധ്യമങ്ങൾ വഴി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ജനറൽ മാനേജർ KK തോമസ് അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ മുഖേന അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം താൻ പറഞ്ഞ ഒരു വാക്കുപോലും പിൻവലിക്കില്ല എന്നും അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് മറുപടി അയക്കുമെന്ന് വിശദീകരിക്കുന്ന സന്ദീപ്, ദേശാഭിമാനിയോട് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. കനകക്കുന്നിലെ വേദിയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിലും ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. പറഞ്ഞത് അത്രയും പൂർണ്ണ സത്യമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് തെളിയിക്കാനുള്ള ചരിത്രരേഖകൾ എൻ്റെ പക്കലുണ്ട് എന്നും സന്ദീപ് അവകാശപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞതിന്റെ പേരിൽ താൻ മാപ്പ് പറയുക, പോയിട്ട് ഖേദം പ്രകടിപ്പിക്കുക പോലുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു വരി പോലും ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല എന്നും ബാക്കി നമുക്ക് കോടതിയിൽ കാണാമെന്നുമാണ് സന്ദീപ് പറയുന്നത്. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: മാതൃഭൂമി കാഫ് ഫെസ്റ്റിവലിന്റെ വേദിയിൽ നടത്തിയ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്ന എന്റെ പ്രസ്താവന ഒരാഴ്ചയ്ക്കകം പിൻവലിച്ച നിരുപാധിക മാപ്പ് പറയാത്ത പക്ഷം എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് ഇന്ന് കൈപ്പറ്റി. ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസിന് വേണ്ടി ഹൈക്കോടതിയിലെ അഭിഭാഷകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ അയച്ചിട്ടുള്ള പ്രസ്തുത ലീഗൽ നോട്ടീസിൽ എന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശങ്കു T ദാസ് മുഖാന്തരം ഉടനെ തന്നെ നിയമപരമായ മറുപടി അയക്കുന്നതാണ്. നിയമവ്യവഹാരം അതിന്റെ മുറയ്ക്ക് കോടതിയിൽ നടക്കട്ടെ. അതിനിടെ സന്ദീപ് വാര്യർ എന്ന എനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ പറയാവുന്ന കാര്യം ഇത്ര മാത്രമാണ്: ദേശാഭിമാനിയോട് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല. കനകക്കുന്നിലെ വേദിയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിലും ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞത് അത്രയും പൂർണ്ണ സത്യമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അത് തെളിയിക്കാനുള്ള ചരിത്രരേഖകൾ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഒട്ടും വെച്ച് വൈകിപ്പിക്കാതെ ഉടനടി കേസ് കൊടുക്കാൻ ഞാൻ ദേശാഭിമാനി മാനേജ്മെന്റിനെ വെല്ലുവിളിക്കുകയാണ്. കോടതിക്ക് മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ ചരിത്രം തെളിയിക്കാനും പൊതുസമൂഹത്തെ കൂടി അതൊന്ന് ബോധ്യപ്പെടുത്താനും ഏറെ കാലമായി കാത്തിരിക്കുകയാണ് ഞാൻ. നോട്ടീസിൽ നിങ്ങൾ പ്രസ്താവിച്ച ദേശാഭിമാനിയുടെ വ്യാജ ചരിത്രത്തെയും അത് സ്ഥാപിച്ച EMS ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും യഥാർത്ഥ ജീവിതത്തെയും പറ്റി കൃത്യമായ വസ്തുതകൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. അതൊക്കെ പൊതുചർച്ചയാക്കാൻ എനിക്കൊരവസരം നിങ്ങളായി തന്നെ ഒരുക്കി തരുന്നതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഏറെ സന്തുഷ്ടനാണ് ഞാൻ. അതുകൊണ്ട് ഉടനെ തന്നെ കേസ് കൊടുക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. നടപടി നോട്ടീസിൽ ഒതുക്കാതെ നിങ്ങൾ ശരിക്കും കേസ് കൊടുക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനിടെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനും ഞാൻ ഒരുക്കമല്ല എന്ന് ഇപ്പോഴേ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയുക, പോയിട്ട് ഖേദം പ്രകടിപ്പിക്കുക പോലുമില്ല. പറഞ്ഞതിൽ നിന്ന് ഒരു വരി പോലും ഞാൻ പിൻവലിക്കാൻ തയ്യാറുമല്ല. ബാക്കി നമുക്ക് കോടതിയിൽ കാണാം. മാതൃഭൂമി കാഫ് ഫെസ്റ്റിവലിൽ ബഹുസ്വരത എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് ദേശാഭിമാനി പത്രം തുടങ്ങാൻ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം വാങ്ങിയെന്നും തുടർന്നാണ് മാധ്യമം അവരെ സഹായിച്ചുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചത്. എന്നാൽ ഏതെങ്കിലും തെളിവിന്റെയോ ഡേറ്റയുടെയോ അടിസ്ഥാനത്തിലല്ല സന്ദീപ് വാര്യരുടെ പ്രസ്താവനകൾ. ദേശാഭിമാനിയെയും കരിവാരിത്തേച്ച് അധിക്ഷേപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത് എന്നാണ് ദേശാഭിമാനി വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയത്. ആയിരക്കണക്കായ പാവപ്പെട്ട തൊഴിലാളികൾ നൽകിയ സംഭാവനയും EMSന്റെ കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ 1.5 ലക്ഷം രൂപയും കൊണ്ടാണ് ദേശാഭിമാനി ആരംഭിച്ചതെന്നും വർഗീയതയ്ക്കും ഫാസിസത്തിനും മുതലാളിത്തത്തിനും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ 80 വർഷത്തെ ചരിത്രമുള്ള ദേശാഭിമാനിയെ തളർത്താനും പൂട്ടിക്കാനുമുള്ള അനവധി ശ്രമങ്ങളെ അതിജീവിച്ചാണ് വളർന്നത് എന്നും ദേശാഭിമാനി പറയുന്നുണ്ട്.